മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ സംസ്ഥാനത്ത് നിന്നും നേതാക്കൾക്കായി പ്രവർത്തകർ തെരുവിലിറങ്ങി. വിവിധയിടങ്ങളിൽ VD, KC, ചെന്നിത്തല അനുകൂല ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു. തലസ്ഥാനത്ത് ഫ്ലെക്സ് ബോർഡുകളിൽ കരിയോയിൽ പ്രതിഷേധവുമുണ്ടായി. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോട്ടയത്തും കോഴിക്കോട്ടും VD സതീശന് വേണ്ടി വൈകിട്ട് പ്രകടനത്തിന് ആഹ്വാനമുണ്ട്. VD സതീശന് അനുകൂല പ്രകടനങ്ങളിൽ 4 പേർക്കെതിരെ ഇടുക്കി DCC നടപടിയെടുത്തു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, 10ഓളം ജില്ലകളിൽ ഇന്ന് VD സതീശൻ അനുകൂലികളുടെ പ്രകടനമുണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ. മറ്റിടങ്ങളിലും ശക്തി പ്രകടനമുണ്ടാകുമോ? മാധു, കോൺഗ്രസിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധവും മറ്റുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ നേതാക്കൾക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ VD സതീശന് വേണ്ടി ജന്മനാടായ മരടിലടക്കം വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സമാനമായ സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ മരടടക്കമുള്ള വിവിധയിടങ്ങളിൽ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത്, പാളയത്ത്, കോട്ടയം ജില്ലയിൽ, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും വലിയ ശക്തി പ്രകടനത്തിന് ആഹ്വാനം നടത്തിയിട്ടുണ്ട്. ഇരിക്കൂറിൽ ഒരുപക്ഷേ KC വേണുഗോപാൽ വരികയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുള്ള ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്തടക്കം നൂറുകണക്കിന് പേർ ശക്തി പ്രകടനം നടത്തും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം VD സതീശന് വേണ്ടി നിരവധി പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറുഭാഗയാണ് എറണാകുളം ജില്ലയിലടക്കം വിവിധയിടങ്ങളിൽ VD സതീശന് വേണ്ടി ഫ്ലക്സുകൾ ഉയർന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിന് വേണ്ടി കൊല്ലത്തും ഇടുക്കി ജില്ലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും ഫ്ലക്സുകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്ത് KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് സ്ഥാപിച്ച ഫ്ലക്സിന് മുകളിൽ കരിയോയിൽ ഒഴിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VD സതീശന് വേണ്ടി ഫ്ലക്സുകൾ സ്ഥാപിച്ചതിന്റെ പേരിൽ 4 പേർക്കെതിരെ ഇടുക്കി DCC നടപടിയെടുക്കുന്ന അപൂർവ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, കോട്ടയത്ത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രവർത്തകൻ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. വിവിധയിടങ്ങളിൽ ഇന്നും പ്രതിഷേധത്തിന് സാധ്യത.